ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചിക്കൂസ് വണ്ടർ വേൾഡ്. കൂട്ടുകാരെ, കടൽ കണ്ടിട്ടുണ്ടോ? നമ്മൾക്കിന്ന് കടലിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു ജീവിനെ പരിചയപ്പെട്ടാലോ? കണ്ടാ മീനിനെ പോലെ ഇരിക്കുമെങ്കിലും ആശാ മീനല്ല. ഇതൊരു മാമലാണ്. അതായത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാല് കൊടുത്ത് വളർത്തുന്ന ജീവികൾ. ഇത് തിമിംഗലത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷെ നമ്മൾ ഇതിനെ തിമിംഗലം എന്ന് വിളിക്കാറില്ല. അപ്പോൾ കൂട്ടുകാർ ആകെ കൺഫ്യൂസ്ഡായി കാണുമല്ലേ, ഇതെന്ത് ജീവിയാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന കൂട്ടുകാരൻ്റെ പേരാണ് ഡോൾഫിൻ. ഡോൾഫിൻ തിമിംഗലമാണോ കൂട്ടുകാർക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. 2 ടൈപ്പ് തിമിംഗലമാണ് ഉള്ളത്, പല്ലുള്ളതും പല്ലില്ലാത്തതും. പല്ലുള്ള തിമിംഗലത്തിൻ്റെ ഫാമിലിയാണ് ഡോൾഫിൻ. പല്ലില്ലാത്ത കൂട്ടരാണ് വേറെ ഒന്നും. അതിൽ പെട്ടതാണ് നമ്മുടെ ബ്ലൂ വെയിലും ഹംബാക്ക് വെയിലും ഒക്കെ. നമുക്കിപ്പോൾ ഡോൾഫിൻ്റെ കാര്യം നോക്കാം അല്ലേ. ലോകത്തെല്ലായിടത്തും തന്നെ നമുക്ക് ഡോൾഫിനെ കാണാൻ കഴിയും. കടലിൽ മാത്രമല്ല കേട്ടോ ഡോൾഫിനുകൾ ജീവിക്കാറ്. ചില ടൈപ്പുകൾക്ക് നദികളിലും ജീവിക്കാൻ സാധിക്കും. ഡോൾഫിനുകളെ മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് അറിയാമോ? കടൽ പന്നി. കടലിൽ നല്ല അഭ്യാസങ്ങൾ കാണിക്കാൻ ഡോൾഫിനുകൾക്ക് പറ്റും. അവർ മാമൽസ് ആയതുകൊണ്ട് അവർക്ക് ശ്വാസം വലിക്കണമെങ്കിൽ മുകളിലോട്ട് വരണം. അവരുടെ തലേൻ്റെ മുകളിലായ ഒരു ഹോളുണ്ട്, അതിലാണ് അവർ ശ്വാസം എടുക്കുന്നത്. ഡോൾഫിനുകൾ കൂട്ടമായാണ് ജീവിക്കുന്നത്. അവരുടെ ഗ്രൂപ്പുകളെ ഡോൾഫിൻ പോട്ട്സ് എന്നാണ് പറയുന്നത്. ഡോൾഫിൻസുകളുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു തരട്ടെ. എന്താണെന്നോ? ഡോൾഫിൻസ് ഉറങ്ങുന്നതേ ഒരു കണ്ണ് തുറന്നു വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ശത്രുക്കൾ വന്നാൽ അറിയാൻ പറ്റും. ഡോൾഫിനുകൾക്ക് ഒരു സൂപ്പർ പവർ ഉണ്ട്. എന്താണെന്നോ? ഇക്കോലൊക്കേഷൻ എന്ന കഴിവ് ഉപയോഗിച്ച് അവർക്ക് ദൂരെയുള്ളത് മനസ്സിലാക്കാൻ കഴിയും, എത്ര ഇരുട്ടാണെങ്കിലും. അങ്ങനെയാണ് അവർ അവരുടെ ഭക്ഷണം കണ്ടുപിടിക്കുന്നത്. മനുഷ്യരും എയ്പ്സും കഴിഞ്ഞാൽ കണ്ണാടിയിൽ സ്വന്തം മുഖം തിരിച്ചറിയാൻ കഴിവുള്ളൊരു ജീവിയാണ് ഈ ഡോൾഫിൻ. ഡോൾഫിനുകൾക്ക് അത്രയും ബുദ്ധിയാണ്. ലോകത്ത് 44 ടൈപ്പ് ഡോൾഫിൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിലേറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ടൈപ്പാണ് കോമൺ ഡോൾഫിൻ. രണ്ടാമത്തെ ടൈപ്പ് ഡോൾഫിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ പേരാണ് ബോട്ടിൽ നോസ് ഡോൾഫിൻ. ചിരിച്ച മുഖത്തോടെയുള്ള ഒരു ഡോൾഫിനാണ് ഇത്. ആളുകളുടെ മുന്നിൽ അഭ്യാസം കാണിക്കാൻ ഇവന്മാർ നല്ല മിടുക്കന്മാരാ. കണ്ടില്ലേ ചാടി മറയുന്നത്? കൂട്ടുകാർ, ഡോൾഫിൻ ഷോസിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അവിടെയും ഇവരെയാണ് അധികം കാണാറ്. ബുദ്ധി കൂടുതലായതുകൊണ്ട് ട്രെയിൻ ചെയ്യാൻ നല്ല എളുപ്പമാണ് ഇവരെ. ഡോൾഫിൻസ് വളരെ ക്യൂട്ടും ഫ്രണ്ട്ലിയുമാണ്. പക്ഷേ അവരുടെ ഫാമിലിയിലെ വേറൊരാൾ അങ്ങനെയല്ല. അതാണ് കില്ലർ വെയിൽ. അതെ, കില്ലർ വെയിലും ഡോൾഫിനും ഒരു ഫാമിലിയാണ്. നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് കേട്ടോ ഡോൾഫിൻസ്. ഗംഗ നദിയിൽ കാണുന്ന ഡോൾഫിൻസ് ആണ് ഇന്ത്യയുടെ നാഷണൽ അക്വാട്ടിക് ആനിമൽ. ഒരുപാട് ടൈപ്പ് ഡോൾഫിൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. കുറച്ച് പേരെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഡോൾഫിനുകളുടെ ഏറ്റവും സുന്ദരൻ, ആമസോൺ റിവർ ഡോൾഫിൻ. ഇത് സ്പിന്നർ ഡോൾഫിൻ. ഏറ്റവും അഭ്യാസിയായ ഡോൾഫിനാണിത്. ശരീരം മുഴുവനും ഇടികൂടിയ പാടുകളായിട്ടുള്ള ഈ ഡോൾഫിനെ കണ്ടില്ലേ? ഇതാണ് റിസോഴ്സ് ഡോൾഫിൻ. ഡോൾഫിനുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ലീഡറാവാനുള്ള ഫൈറ്റിംഗ് ആണ് മെയിൻ. മീനുകളും സ്ക്വിഡുകളും ഒക്കെയാണ് ഡോൾഫിൻ്റെ ഇഷ്ട ഭക്ഷണം. ഫ്രണ്ട്ലി ആണെങ്കിലും ഡോൾഫിൻസിനും ഉണ്ട് ശത്രുക്കൾ. ഷാർക്കും കില്ലർ വെയിലും ഒക്കെ ഇവരെ ആക്രമിക്കാറുണ്ട്. ഷാർക്കുകളെ ഡോൾഫിൻസും അങ്ങനെ വെറുതെ വിടാറില്ല. മനുഷ്യന്മാരെ കടലിൽ വെച്ച് കണ്ടാൽ ഡോൾഫിൻസുകൾ ആക്രമിക്കാറില്ല. അവരായിട്ട് ഫ്രണ്ട്ലിയാണ്. കൂടെ നീന്തി കളിക്കാനായിട്ട് അവർ വരും. പക്ഷേ എത്ര വന്നാലും അതൊരു വൈൽഡ് ആനിമലാണെന്നുള്ള കാര്യം മറക്കല്ലേ. ഷാർക്കിന് മുന്നിൽ പെട്ടുപോയ മനുഷ്യന്മാരെ ഡോൾഫിൻസ് രക്ഷിച്ച കഥകളൊക്കെ കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? വിദേശത്ത് മാത്രമല്ല, നമ്മുടെ കേരളത്തിലും ഉണ്ട് ഡോൾഫിൻസ്. കൊച്ചിയിലും അഷ്ടമുടിക്കായലിലും ഡോൾഫിൻസുകളെ കണ്ടിട്ടുണ്ട്. കൂട്ടുകാരും ഇനി അവിടെയൊക്കെ പോകുമ്പോൾ ഒന്ന് നോക്കണേ, ചിലപ്പോൾ കാണാൻ പറ്റിയാലോ. ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്ലി ഡോൾഫിൻസിനെ ഇഷ്ടമായോ? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ബൈ ബൈ ഫ്രം ചിക്കൂസ് വണ്ടർ വേൾഡ്.